ഉസ്താദ് ഹോട്ടൽ മൂവിയില് ഷെഫിന് വേണ്ടിട്ട് ദുൽഖർ ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കും. അറിയോ? നമ്മളെ ലോക്കൽ കേരള പൊറോട്ട വിത്ത് സ്പാനിഷ് ഓംലെറ്റ് ആണ്. അത് എന്നിട്ട് ആ ഒരു സായിപ്പ് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര റിയാക്ഷൻ ഒക്കെ ഉണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സ്പാനിഷ് ഓംലെറ്റ് ആണ് സംഭവം. അതൊരു ഫ്യൂഷൻ ഡിഷാണ്. അതായത് വേറൊരു കൺട്രിത്തെ ഒരു ഡിഷും അതുപോലെ തന്നെ വേറൊരു കൺട്രിത്തെ ഡിഷും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കണം. അങ്ങനെ കൊറേ ഫുഡ്സ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നുണ്ട്, ഫ്യൂഷൻ ഫുഡ്സ് കൊറേ വന്നോണ്ടിരിക്കുന്നുണ്ട്. നമ്മള് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ കൊറേ നേരം യൂട്യൂബ് ഒന്നും നോക്കി കണ്ടിട്ട് എന്ത് ചെയ്യാൻ കഴിയൂല, ഒരു ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ എനിക്കും ഹിബക്കൊരു ഇന്ത്യൻ ഒരു ജർമ്മനി ഫുഡ്, ഒരു ഫ്യൂഷൻ ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ജർമ്മനി, ഇന്ത്യൻ, ഇറ്റാലിയൻ അങ്ങനെ കൊറേ കോമ്പോസ് ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് ഒരു AI ഉണ്ട്. അതായത് foodmood.com എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണത്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2 കൺട്രീസ് സെലക്ട് ചെയ്യാം. കൺട്രീസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഫുഡാണ് വേണ്ടത്, ഇപ്പോൾ സ്റ്റാർട്ടറാണ് അല്ലെങ്കിൽ സൂപ്പാണ് ഡെസേർട്ടാണ്, നമുക്ക് ഏത് ടൈപ്പ് ഫുഡാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ എത്ര ആൾക്കാണ് വേണ്ടത്, ഇപ്പം 2 ആൾക്കാണ് 3 ആൾക്കാണ്, അതും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു റെസിപ്പി നമ്മൾ ഈ ഫ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ, നമ്മളിപ്പോൾ എന്താ പറയുക, ഇന്ത്യൻ ജർമ്മനിയാണ് അതാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ളൊരു ഫ്യൂഷൻ ഫുഡ് നമുക്ക് കിട്ടും. സോ അതെന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ടൈം കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ലതായിരിക്കും. പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ മെയിൻ ആണല്ലോ അല്ലെ നമുക്ക്. സോ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ആയ കെൻമി ഡിജിറ്റൽ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യും.